السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين. أما بعد. ബഹുമാനപ്പെട്ട സിബഗത്തുള്ള ഉസ്താദ്, മറ്റു വേദിയിലും പുറത്തുമായി ശ്രവിക്കുന്ന ഉസ്താദുമാർ, The Extraordinary in Islam, Miracles, Magic and Technology എന്നാണ് നമ്മുടെ വിഷയം. കൂടുതൽ ആമുഖങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് തന്നെ ചർച്ച പോകാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിറക്കിൾസ് ആണല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്താണ് മിറക്കിൾസ് എന്ന് ക്ലിപ്തപ്പെടുത്തുന്നതിന് മുമ്പ്, വിശദീകരിക്കുന്നതിന് മുമ്പ്, മിറാക്കിൾസ് എന്നൊരു സംഗതി ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊരു ചർച്ച വേണം എന്ന് കരുതുന്നുണ്ട്. ഒരു മിത്തിനെ കുറിച്ചാണോ ഇല്ലാത്തൊരു സംഗതിയെക്കുറിച്ചാണോ നമ്മൾ ചർച്ച വെക്കുന്നത്, അതോ ഉള്ളൊരു സംഗതിയെക്കുറിച്ച് തന്നെയാണോ നമ്മുടെ ചർച്ച ഉള്ളത് എന്ന് ആദ്യം ക്ലിപ്തപ്പെടണമല്ലോ. ഈയിടെ മിറക്കുള എന്ന പേരിൽ യുക്തിവാദികൾ നടത്തി വരുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതിലൊരു പ്രസംഗകൻ പറയുന്നുണ്ട്, ഐൻസ്റ്റൈനെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, There is no miracle, there is only one miracle in this world, that is there is no miracle എന്ന്. ലോകത്ത് ഒറ്റ മിറാക്കിളേ ഉള്ളൂ, അതൊരു മിറാക്കിളും ഇല്ല എന്നതാണ് എന്ന് ഐൻസ്റ്റൈനെ കോട്ട് ചെയ്ത് ആ പ്രസംഗകൻ പറയുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് എന്നോട് നമുക്ക് ആ വിഷയത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കേണ്ടതുണ്ട്. ഐൻസ്റ്റൈൻ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഐൻസ്റ്റൈൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് വിശദീകരിച്ച് തരും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒന്നാണ് മുഅ്ജിസത്ത്. മുഅ്ജിസത്തിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം ഒരു എക്സ്ട്രാ ഓർഡിനറി ഇൻ ഇസ്ലാം എന്ന ചർച്ച തന്നെ കടന്നു. അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുക എന്ന പ്രധാന ഉദ്ദേശ്യത്തോടു കൂടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഈ മിറക്കുള. അപ്പോൾ അവിടെ there is only one miracle, ഒരു അത്ഭുതമേ in the world, that there is no miracle, ഒരു അത്ഭുതവും ഇല്ല എന്ന അത്ഭുതമേ ഉള്ളൂ എന്ന് ഐൻസ്റ്റീനെ കോട്ട് ചെയ്ത്, അത് ഒന്നിലല്ല, അതിങ്ങനെ ആവർത്തിച്ച് കോട്ട് ചെയ്ത്, ഐൻസ്റ്റീൻ ഒരു അറിയപ്പെട്ട ശാസ്ത്രജ്ഞനാണല്ലോ, അപ്പൊ അദ്ദേഹത്തിനെ കോട്ട് ചെയ്ത് ആ രൂപത്തിൽ ഇങ്ങനെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ അവതരിപ്പിച്ച് സയൻസിന്റെ പിൻബലത്തോടുകൂടെ മിറക്കിളുകളൊന്നും ഇല്ല എന്ന് സമർത്ഥിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. സത്യത്തില് ഐൻസ്റ്റീന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന്, ഐൻസ്റ്റീനെ പോലെ ഒരു ബുദ്ധിമാനായ ഒരു ശാസ്ത്രജ്ഞൻ അങ്ങനെ ഒരു വാക്ക് പറയും? അങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിനെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ എന്ന് സമർത്ഥിക്കാം. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിന് തൊട്ട് ഈ there is no miracle എന്ന ഒരു പ്രയോഗം തന്നെ അദ്ദേഹം നടത്തിയതായി ഒരു തെളിവില്ല. എവിടുന്നോ എടുത്തുദ്ധരിച്ച് ഐൻസ്റ്റീൻ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സദസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യത്തിലെ ചെയ്യുന്നത്. ഐൻസ്റ്റീന്റെ പേരിൽ അങ്ങനെ പല ഫേക്ക് കോട്ടിങ്ങുകളും നടത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലായി. അപ്പോ അത് പൂർണ്ണമായും ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അല്ലെങ്കിൽ പിന്നെ ഐൻസ്റ്റീൻ ഇന്ന സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായ തെളിവ് കൊണ്ടുവരണം അല്ലേ? ആരെങ്കിലും ഒരു വിഷയം നക്കല് ചെയ്താൽ, ഉദ്ധരിച്ചാല് ഫസ്ഹിഹാന്നാണല്ലോ, അത് സമർത്ഥിക്കൽ ബാധ്യതയാണല്ലോ. എവിടെ എപ്പോ പറഞ്ഞു എന്ന് കൃത്യമായി അവതരിപ്പിക്കൽ ഒരു ബാധ്യത. അതേ രൂപത്തിൽ തന്നെ ഐൻസ്റ്റീനെ തൊട്ട് മറ്റൊരു കോട്ടിങ്ങും വളരെ വിശാലമായി നടക്കുന്ന ഒന്നുണ്ട്. there are only two ways to live your life എന്ന് പറഞ്ഞ് മറ്റൊരു കോട്ടിങ് കാണാം. അതായത് പിന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മിറക്കിളും ഇല്ല എന്നൊന്നിരിക്കെ പറയണം.
അല്ലെങ്കിലോ കാണുന്നതൊക്കെ മിറക്കിളുകളാണ് എന്ന രൂപത്തിൽ പറയണം. എന്ന രൂപത്തിൽ അവിടെ വൺ ഈസ് ആസ് ദോ നത്തിങ് ഈസ് എ മിറക്കിൾ, the other is as though everything is a miracle എന്ന് പറഞ്ഞൊരു കോട്ടിങ്. ഇതും ഫേക്കാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അവതരണം നടത്തിയ ആളുകൾ ഒക്കെ പറയുന്നത് രണ്ടും ഫേക്കാണ്. എന്നാൽ സത്യത്തിൽ പ്രപഞ്ചത്തിനെ പറ്റി അദ്ദേഹത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് കുറച്ചൊക്കെ ആധികാരികമായ ശൈലിയിൽ തന്നെ ഉദ്ധരിച്ചു വരുന്ന, ഇവർക്ക് വിപരീതമായി വരുന്ന ഒരു കോട്ടിങ് നമുക്ക് കാണാവുന്നതാണ്. അത് in the view of such harmony in the cosmos which I with my limited human mind am able to recognize, there are yet people who says there is no God. ഈ പ്രപഞ്ചത്തിന്റെ മഹാത്ഭുതങ്ങളും ഇതിന്റെ ഈ ഹാർമണി, ഇതിന്റെ ഈ അത്ഭുതകരമായ ഈ ഒരു രീതി കണ്ടും ദൈവമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് ഇവിടെ. ആർക്കും പറ, ഈ ഒരു അത്ഭുതകരമായ പ്രപഞ്ചത്തിന്റെ ഈ ഒരു രീതി കണ്ടിട്ടും ഇല്ല എന്ന് പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം, ബട്ട് വാട്ട് മേക്സ് മീ റിയലി ആംഗ്രി, എന്നെ ദേഷ്യപ്പെടുത്തുന്ന കാര്യം they quote me for support of such views. അതുപോലത്തെ ഒരു ബാലിശമായ വാദം നടത്തിയിട്ട് ഐൻസ്റ്റീൻ ഈ അഭിപ്രായക്കാരനാണ്. ഐൻസ്റ്റീൻ ഇത്തരത്തിൽ പ്രപഞ്ചം എന്നുള്ളതിന്, പ്രപഞ്ചത്തിൽ ദൈവമില്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ന് അവര് ഐൻസ്റ്റീനെ കോട്ട് ചെയ്ത് പറയുന്നു എന്നതാണ് എന്നെ ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമെന്ന് ഐൻസ്റ്റീനെ തുടരും. അത് കുറച്ച് ആധികാരികമായി തന്നെ ഉണ്ട്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ നിരീശ്വരവാദികൾ അവരുടെ ഈ ഇത്തരത്തിലുള്ള ബാലിശമായ വാദങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഐൻസ്റ്റീനെ ഉദ്ധരിച്ച് കാണിച്ചു. അപ്പോൾ ഉസ്താദ് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി ഐൻസ്റ്റൈനെ കുറിച്ച് ആ പ്രസംഗകൻ കോട്ട് ചെയ്തത് വളരെ നിരുത്തരവാദിത്തപരമായ ഒരു സമീപനമാണെന്ന്. ഒരു അക്കാഡമിക് ഇൻ്റലിജൻസിനോ എറ്റിക്വറ്റിക്കോ യോജിച്ചൊരു നിലപാടല്ല മൂപ്പര് എടുത്തത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. അപ്പോൾ മിറക്കിൾസ് ഉണ്ട് എന്ന് ഇതിൽ തന്നെ വ്യക്തമായല്ലോ. അതുപോലെ തന്നെ പ്രശസ്ത ജർമ്മൻ സോഷ്യോളജിസ്റ്റായ മാക്സ് വെബർ പറയുന്നുണ്ട്, മൂപ്പര് അതോറിറ്റി എന്നതിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 1 ട്രഡീഷണൽ അതോറിറ്റി, 2 റാഷണൽ ലീഗൽ അതോറിറ്റി, 3 കരിസ്മാറ്റിക് അതോറിറ്റി. അങ്ങനെ അതോറിറ്റിയെ 3 രീതിയിൽ മൂപ്പര് വിഭജീകരിക്കുന്നുണ്ട്. അതിൽ ഈ കരിസ്മാറ്റിക് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശം തന്നെ ചില ലീഡേഴ്സാണ്, അവർ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കാണിക്കും, മിറക്കിൾസ് കാണിക്കും എന്ന് മാക്സ് വെബർ പോലെയുള്ള പ്രശസ്ത സോഷ്യോളജിസ്റ്റ് വരെ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നിട്ട് ഈ കരിസ്മാറ്റിക് അതോറിറ്റിയിൽ മൂപ്പര് കൊടുക്കുന്ന ഉദാഹരണങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഉണ്ട് എന്ന് ശേഷമുള്ളവരൊക്കെ പറയുന്നുണ്ട്. അപ്പം മിറക്കിൾസ് ഇല്ല എന്ന് തന്നെ ഒരു നിലക്കും എങ്ങനെ അവർ പറയാന്നുള്ളത് വളരെ അത്ഭുതമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു വാദമാണ്, ഈ മിറക്കിൾസ് എന്നതെല്ലാം വെറും സച്ച് ഓഫ് ഇമാജിനേഷനാണ്, നമ്മുടെ കാൽപ്പനികതയുടെ ഒരു പരിണിതി പാത്രം മാത്രമാണ് ഈ മിറക്കിൾസ് ഒന്നും, യഥാർത്ഥത്തിൽ അതില്ല എന്നൊരു വാദം കൂടിയും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് ഉസ്താദ് നമുക്ക് വിശദീകരിച്ച് തരും എന്ന് എനിക്ക് തോന്നുന്നു. കരിസ്മാറ്റിക് അതോറിറ്റിയെ സംബന്ധിച്ചൊരു വലിയ ചർച്ച മൊത്തത്തിൽ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഏതൊരു പ്രസ്ഥാനവും സത്യത്തിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു കരിസ്മാറ്റിക് അതോറിറ്റി, ഒരു ആധികാരിക സ്വാധീന ശക്തിയുള്ള ഒരു നേതാവിൻ്റെ കീഴിലായി ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച. പക്ഷെ അവിടെ നമ്മളെ കിതാബുകളിൽ ഇതിനാദ്യം മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്, ഉൻദുർ ഇലൽ മാ ഖാലി ലാമൻ ഖാല. ഏതൊരു വ്യക്തി ഉദ്ധരിച്ചാലും ആ പറഞ്ഞ ആശയത്തെ നോക്കി കാര്യങ്ങളെ വിലയിരുത്തലോട് കൂടെ ആ പറഞ്ഞ ആശയത്തിലേക്ക് നോക്കി കാര്യങ്ങളെ വിലയിരുത്തലോട് കൂടെ നേതാവിനെ ബഹുമാനിച്ച് പിൻപറ്റുകയും വേണം. രണ്ടുമാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്. കരിസ്മാറ്റിക് അതോറിറ്റി അംഗീകരിക്കലോട് കൂടെ തന്നെ ലോജിക്കലി തിങ്കിങ് അവിടെ നടത്തുകയും ജംപ് ചെയ്തിട്ട് ചിലരവിടെ അവതരിക്കും. കരിസ്മാറ്റിക് അതോറിറ്റി വേണ്ടാന്ന് അവതരിപ്പിച്ച് ഫ്രീഡം തിങ്കിങ് എന്ന് പറഞ്ഞ് ഒരു പരിപാടി, വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് ആ പരിപാടിയുടെ ലാസ്റ്റ്
ഇദ്ദേഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണമെന്നൊക്കെ പറഞ്ഞ് രസകരമായ ഒരു, അതായത് പൂർണ്ണമായി അദ്ദേഹം പറയുന്നത് ലോജിക്കലി ആണോ എന്നൊന്നും നോക്കാതെ പൂർണ്ണമായി അത് അന്ധമായി വിശ്വസിക്കുന്ന രൂപത്തിൽ അവരാണ് അങ്ങനെ. അതുകൊണ്ടാണ് അവരിൽപ്പെട്ട ഒരു മറു ടീമിന് കരിസ്മാറ്റിക് അതോറിറ്റിയുടെ വാക്കുകൾ സ്വീകരിക്കാൻ പറ്റുമല്ലോ എന്ന ചർച്ചയിലേക്ക് തന്നെ വരേണ്ടി വന്നത്. ഒരു വലിയ സയൻസിന്റെ പേരിലൊക്കെ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച പരിപാടിയുടെ ലാസ്റ്റിൽ ഇദ്ദേഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇനി ഒന്നും വേണ്ട, എല്ലാമായി എന്നൊക്കെ പറഞ്ഞ് രസകരമായ ഒരു, അവിടുന്ന് എന്തായാലും ആ രൂപത്തിൽ നമ്മളെ ശറഈ ഉൻദുർ ഇലൽ മഖാലി ലാമൻ കാല പറഞ്ഞ വിഷയങ്ങളെ ലോജിക്കലി വിലയിരുത്തി അത് വേണ്ട പോലെ ചിന്തിച്ച് മനസ്സിലാക്കി ഒരു ഫ്രീഡം തിങ്കിങ് അവിടെ നടത്തി സത്യമാണോ അസത്യമാണോ എന്ന് വിലയിരുത്തിയതിന്റെ ശേഷം കാര്യങ്ങളെ സ്വീകരിക്കണം എന്ന് പറയലോട് കൂടെ തന്നെ നേതാക്കന്മാർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുകയും, കാരണം നേതാവ് എന്ന് പറയുമ്പോൾ ഫോളോ ചെയ്യപ്പെടാൻ പറ്റിയ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ നിലക്ക് ഫോളോ ചെയ്യും. അതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും മിറക്കിൾസ് ഉണ്ട്, മിറക്കിൾസ് ഒരു മിത്തല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മിറാക്കിൾസിൻ്റെ അണ്ടറിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ വരും? മൂജിസത്ത്, കറാമത്ത്, അതല്ലാത്ത വേറെ പലതും വരും. പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണല്ലോ മൂജിസത്ത്. അപ്പോൾ എന്താണ് മൂജിസത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താദ് വിശദീകരിച്ചാൽ. ഈ മിറക്കിളിന്റെ ചർച്ച വരുന്ന കൂട്ടത്തിൽ അവിടെ നമുക്ക് മിറക്കിളിനെ പാടെ നിഷേധിക്കുന്ന ഒരു സ്വഭാവം, മിറക്കുള, ഡ്രാക്കുള എന്ന ഒരു പിന്നെ മായാവി കഥ രൂപത്തിലുള്ള ഇല്ലാ കഥയാണല്ലോ ഡ്രാക്കുള. ഈ ഡ്രാക്കുളയിലെ അതിർത്ത് മിറക്കിൾ എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ കൂടെ കൂട്ടി മിറക്കുള, മിറക്കുള എന്ന് പറഞ്ഞാൽ ഡ്രാക്കുള രൂപത്തിലൊരു ഇല്ലാ സംഭവമാണെന്ന് വരുത്താൻ വേണ്ടി ആ ശൈലിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പൊ സത്യത്തിൽ ഈ മിറാക്കിൾ ഇല്ല എന്ന് യൂറോപ്യന്മാരായ പലരും മുമ്പേ അവതരിപ്പിച്ച് അങ്ങനെ മിറാക്കിളുകളൊന്നും ഇല്ല എന്ന് ബുദ്ധിയിൽ മിറാക്കിൾ ഇല്ല ഒക്കെ വിശദീകരണങ്ങൾക്ക് കീഴിൽ വരുന്നതേ ഉള്ളൂ. മിറാക്കിൾ എന്ന് പറഞ്ഞ ഒന്നില്ല എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ സത്യത്തിൽ നമ്മളിവിടെ മിറാക്കിൾ എന്ന് പറഞ്ഞ ഇരിക്കുന്ന നമ്മളൊക്കെ മിറാക്കിൾ. ഈ പ്രത്യേകിച്ച് ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്ന ആളുകൾ മെറ്റീരിയലിസ്റ്റുകളാണ്. മെറ്റീരിയലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ ആദ്യം വെറും മെറ്റീരിയൽ ഉള്ളൂ, ജമാദാത്ത് മാത്രമേ ഉള്ളൂ. അതാണ് മെറ്റീരിയലിസ്റ്റുകൾ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ തുടക്കം, പ്രപഞ്ചം മുൻപ് മെറ്റീരിയലുകൾ മാത്രമേ ഉള്ളൂ, ജമാദാത്ത് മാത്രമേ ഉള്ളൂ. ബുദ്ധിയോ ജീവനോ ഉള്ള വസ്തുക്കളില്ല, അല്ലെങ്കിൽ ഹയാത്തുള്ളതില്ല, വെറും മെറ്റീരിയലുകളാണ്. ഈ മെറ്റീരിയലുകൾ മാറി തിരിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് പിന്നെ മഹാത്ഭുതമുള്ള മനുഷ്യനായി മാറി. അവിടുത്തെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം, നമ്മള് ഈ പിന്നെ പരിണാമ ഇവല്യൂഷൻ തിയറി ഒക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവും കോപ്പിയിങ് ആണ്. ഓരോ സമയത്തും കോപ്പിയിങ് നടക്കുന്നു. അതെ, ഇങ്ങനെ നമ്മളിപ്പോൾ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുമ്പോൾ ഒരു പേജ് കോപ്പി ചെയ്താൽ അങ്ങനത്തെ 1000, 2000, 5000 പേജ് കോപ്പി ചെയ്താലും ഒരേ രൂപത്തിലാണ് വരും. അപൂർവം കേസുകളിൽ ഈ കോപ്പിയിങ്ങിൽ പിഴവ് സംഭവിച്ച് ചിലപ്പോൾ അതിൽ എഴുതിയത് പൂർണ്ണമൊന്നും ആയിട്ടുണ്ടാവില്ല. ഇതേ രൂപത്തിൽ സൈനോ ബാക്ടീരിയ ആദ്യം പിന്നെ പ്രപഞ്ചത്തിൽ ഈ ജമാദാത്തിൽ നിന്ന് മാറി പിന്നീട് സൈനോ ബാക്ടീരിയ ഇവിടെ വന്നു. അതന്നെ ചർച്ച വരുമ്പോൾ മിറാക്കിൾ ഉണ്ടോ അല്ലേ എന്നുള്ള ചർച്ച. ഈ സൈനോ ബാക്ടീരിയ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഈ ബാക്ടീരിയ എന്ന ജമാദിൽ നിന്ന് എങ്ങനെ ഹയാത്ത് രൂപപ്പെട്ടു എന്നുള്ളതിന് മറുപടി കൃത്യമായിട്ടില്ല. അത് ഇന്ന രൂപത്തിലാന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അതാണത് വന്നത് എന്ന് പറയണേ, അതൊരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുള്ളൂ, വിഷയം അങ്ങനെയാണ് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു സൈനോ ബാക്ടീരിയ ഉണ്ടാക്കട്ടെ. ജമാദാത്തിനെ മാത്രം ജംപ് ചെയ്തുകൊണ്ട് ഒരു സൈനോ ബാക്ടീരിയ ഇവിടെ കൊണ്ടുവരാൻ കഴിയണം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ രൂപപ്പെട്ടതാണെന്ന് വിശദീകരിക്കൽ തെളിവില്ലാത്തതാണ്. അത് അങ്ങനെയല്ല, സയൻസ് മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയും ചെയ്യും. അതിനുശേഷം പിന്നീട് അവർക്ക് വേണ്ട വിഷയങ്ങൾ ചർച്ചയിലേക്ക് വന്ന് അവിടുന്ന് പൂർണ്ണമായി ചാടി. അങ്ങനെയാണ് ഇതിന്റെ ഒരു അവതരണ രീതിയിൽ. ഈ സൈനോബാക്ടീരിയ ചില സമയങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ മറ്റൊരു പ്രപഞ്ചത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതായിരിക്കും. അള്ളാഹുവിനെ എങ്ങനെയെങ്കിലും നിഷേധിക്കണമല്ലോ.
അള്ളാഹിനെ എങ്ങനെയെങ്കിലും നിഷേധിക്കാൻ വേണ്ടി ഇവിടുന്നല്ല, മൾട്ടി യൂണിവേഴ്സ് ഒരു തിയറി നിലവിൽ കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ ഒരു യൂണിവേഴ്സിന് സമാനമായി മറ്റൊരു യൂണിവേഴ്സും നിലനിൽക്കുന്നുണ്ട്. ആ യൂണിവേഴ്സിൽ ജീവനുകളുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു ബാക്ടീരിയ മാത്രമായിട്ട് ഒരു വരവ് വന്നതായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ നിഗമനങ്ങൾ വലിയ ശാസ്ത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത് ഈ രൂപത്തിൽ കോപ്പിങ്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പിങ്, ഈ കോപ്പിങ്ങിലെ ഒരു വ്യതിചലനങ്ങളെ പിഴവുകൾ എന്ന് പറയാം പച്ച മലയാളത്തിൽ പറഞ്ഞ റാൻഡം സിസ്റ്റത്തിൽ. കോപ്പിങ്ങിലെ ചില മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പേജ് വേറെ രൂപത്തിലാണെന്ന് പിന്നെ ആ പേജ് എടുത്ത് ആ പേജ് ഇങ്ങനെ കോപ്പിങ് നടക്കും. ഒരു പേജിൽ എന്തോ അവിടെ ഇവിടെ കുറച്ച് വിട്ടുപോയതുണ്ടെങ്കിൽ അതിങ്ങനെ കോപ്പിങ് നടക്കും. അപ്പൊ 2 രൂപ. പിന്നെ ആ കോപ്പിങ്ങിന്റെ ഇടയിൽ അവിടെ ഇവിടെ നിന്ന് വ്യതിചലനം നടക്കും, മറ്റൊരു കോപ്പിങ് നടക്കും. ഇങ്ങനെ സൈനോബാക്ടീരിയ കാലങ്ങളായി പിന്നെ മാറി മാറി കോപ്പിങ് നടന്ന് ആരും നിയന്ത്രിക്കാതെ ഒരു സിസ്റ്റം രൂപകൽപ്പന ഓട്ടോമാറ്റിക് ഇങ്ങനെ പേച്ചിട്ടുണ്ട് ഇതേമാതിരി ഇവിടേക്ക് എത്തി എന്നുള്ള. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ സത്യത്തില് മിറാക്കിൾ ഇല്ല എന്ന് പറയണമെങ്കിൽ ഇതൊക്കെ തന്നാല ഈ രൂപത്തിൽ ഇങ്ങനെ എത്ര മനുഷ്യൻ എന്ന മഹാത്ഭുതം ഇതിലേക്കൊക്കെ ഈ കോപ്പിയിങ്ങിലുള്ള ചെറിയ ചെറിയ പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലുള്ള ചെറിയ വ്യതിചലനങ്ങൾ, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന വ്യതിചലനങ്ങൾ ഇങ്ങനെ കാലങ്ങളെ കൊണ്ട് സംഭവിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത ജീവികളൊക്കെ രൂപപ്പെട്ട് എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ കുറച്ചൊരു ആ രൂപത്തിൽ മിറക്കിളിനെ നിഷേധിക്കാൻ ഒരു പവറുമാണ്. ആ മിറക്കിൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഏതൊന്നും ഒരു രൂപത്തിൽ ചിന്തിച്ചാൽ അത്ഭുതങ്ങളുടെ ലോകം. അപ്പാണ് മിറക്കിളിനെ നിഷേധിക്കൽ തന്നെ. ഇപ്പൊ നമ്മളെ ചർച്ച ആ അംറുൽ ഖാരിഖുൽ ആദത്തിലേക്കാണ് ചർച്ച വരേണ്ടത്. അപ്പൊ ഈ മിറക്കിളിന്റെ നിഷേധം, ഈ ഒരു നിഷേധം ഉള്ള ഒരു രൂപം ഉണ്ടല്ലോ അവിടെ. മിറക്കിളിന്റെ പുസ്തകം മിറക്കിളിനെ നിഷേധിക്കുന്നത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്ന റമദാൻ ബൂത്തി, സയ്യിദ് റമദാൻ ബൂത്തി തങ്ങളുടെ ഫിഖ് സിറയിലൊക്കെ ഈ ചർച്ചയുണ്ട്. ഈ മിറക്കിളിനെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈ മുജിസത്തിനെ മറ്റും നിഷേധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ ആദ്യമായിട്ട് മൂപ്പര് പറയുന്നത് ഈ ചിന്താധാര കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മൾ അഗസ്റ്റ് കോംറ്റെ അല്ലെങ്കിൽ ഹ്യൂം, ഇഗ്നിസ് ഗോൾസൈഹർ ഇത്തരം ആളുകളൊക്കെ ഈ മിറക്കിൾസിനെ നിഷേധിച്ചതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ മിറക്കിൾസിനെ നിഷേധിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ മൂജിസത്തിനെ നിഷേധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മറുപടി അവിടെ ഉള്ളത് എന്താ വെച്ചാൽ മുഹമ്മദുൻ അൽ ഖായിദ് അല്ലെ മുഹമ്മദുൻ അൽ അബ്ഖരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറും ഒരു ലീഡറായി മാത്രം ചിത്രീകരിക്കുക. റസൂലുള്ള ഒരു നേതാവ് മാത്രമാണ്. റസൂലുള്ളാഹിന്റെ നുബുവത്ത്, റിസാലത്ത് എന്നുള്ള മഹിതമായ സന്ദേശത്തൊക്കെ മറച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു നേതാവ് മാത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കൊണ്ടുവന്നത് എന്ന് റമദാൻ ബൂത്തി തങ്ങൾ ഫിഖ് സിറയിൽ പറയുന്നുണ്ട്. അതല്ലാതെയും വേറെയും മറ്റു പല കാരണങ്ങളും ഇതിന് പിന്നിൽ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലേക്കും കൂടി ഉസ്താദ് വെളിച്ചം വീശിയാൽ സന്തോഷമാകും. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളത് ഈ ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച അത് തന്നെ ധാരാളം. ഈ അത്ഭുതകരമായ ഈ മാറ്റങ്ങൾ തന്നെ ഈ രൂപത്തിലുള്ള വ്യതിചലനങ്ങൾ വരണമെങ്കിൽ അതിൻ്റെ മുന്നിൽ ഈ രൂപത്തിൽ സംവിധാനിച്ച ഒരു സംവിധായകൻ വേണം എന്നുള്ളത് ഏത് ബുദ്ധിക്കും വളരെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപ. ഈ പരിണമിച്ച് വന്നെങ്കിൽ പോലും ആ പരിണാമം ആ രൂപത്തിൽ പരിണമിച്ചു വരുന്ന ഒരു സംവിധാനം ഇവിടെ രേഖപ്പെടുത്തണം. ഈ രൂപ അത് ആദ്യം സംവിധാനിച്ച ഒരു ശക്തി, ഒരുത്തൻ ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്നുള്ളത് വളരെ കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. അപ്പോ അതിനെ നിഷേധിച്ച് കഴിഞ്ഞാൽ പിന്നീട് മിറക്കിളുകൾ അങ്ങനെ പ്രപഞ്ചം ഇതിനൊന്നും ഇതില്ല, ഒരു പ്രപഞ്ച സൃഷ്ടാവില്ല എന്ന നിഷേധത്തിലേക്ക് എത്തുന്നതോടുകൂടെ അവിടുന്നാണ് ഈ സത്യത്തിൽ ഈ മിറക്കിളുകളെ നിഷേധിക്കാനുള്ള ഒരു രീതി വരുന്നത്. ഇതിന്റെ ചെറിയൊരു രീതി നമ്മുടെ മുഹമ്മദ് അബ്ദു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് ഫരീദ് വജീദി പോലത്തെ കുറച്ച് മോഡേൺ വഹാബിസത്തിന്റെ കുറച്ച് മേലെ നിൽക്കുന്ന ആളുകളിലും കാണാൻ കഴിയും. പൂർണ്ണമായി തങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ പൂർണ്ണമായി നിഷേധിച്ച ഒരു ശൈലി തോന്നിപ്പിക്കുമെങ്കിലും പൂർണ്ണമായി നിഷേധിക്കുന്നില്ലെങ്കിൽ പോലും അവിടെയും പ്രധാനപ്പെട്ട
മുഅ്ജിസത്തുകൾ എന്ന് സ്ഥിരപ്പെട്ട പലതിനെയും നിഷേധിക്കാൻ വേണ്ടിയുള്ള ഒരു രീതി കാണിക്കുന്നത് ഈ മുഅ്ജിസത്തുകളൊക്കെ സത്യത്തിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പാണ്. ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിൽ മുസ്തഫ സൊബരി ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്, സയ്യിദ് ബൂത്തിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, മുഹമ്മദ് അബ്ദു ഫരീദ്, പിന്നെ വജിദി പോലത്തെ കുറെ ആളുകൾ ഈ പിന്നെ മിറക്കിളുകളെ ചോദ്യം ചെയ്യുന്ന ഈ യൂറോപ്യൻ ഇങ്ങനെയുണ്ടല്ലോ, യൂറോപ്യൻ ചിന്താഗതിയുടെ ഈ മോഡേൺ സ്റ്റൈലിലെ വിശദീകരണം കാണുമ്പോൾ അതിന്റെ ബാക്കിലാണ് ആളുകളുടെ സപ്പോർട്ട് കിട്ടുക എന്നുള്ള രീതി കൊണ്ട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ പെട്ടെന്ന് നിഷേധിക്കും. സത്യത്തിൽ ഈ ലോജിക്കിന്റെ ബാക്ക് പിന്തുണ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ സദസ്സിൽ നിന്ന് എവിടെയാണ് അംഗീകാരം കിട്ടുക എന്നുള്ള നിലക്കുള്ള ഒരു പോക്കാണ്. എന്നാൽ അവർക്ക് പൂർണ്ണമായി നിഷേധിച്ചു കഴിഞ്ഞാൽ വഹി പോലും മിറക്കിളാണല്ലോ. വഹി എന്ന് പറഞ്ഞതും ഒരു പ്രപഞ്ചത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ ഓല ഭാഷയിൽ പറഞ്ഞ ഒരു പവറിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന ഒരു മിറക്കിളാണല്ലോ. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ തന്നെ എന്തായി ഔട്ടായി. ആ പൂർണ്ണമായ രൂപത്തിൽ പ്രധാനപ്പെട്ടൊക്കെ അംഗീകരിച്ച് ബാക്കി തള്ളുന്ന ഒരു ശൈലിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നെ നേരെ വിഷയത്തിലേക്ക് വരാം. മിറാക്കിൾസിൽപ്പെട്ട മോചിസത്ത് എന്താണ്? മോചിസത്ത് തൈരീഫിലേക്ക് തന്നെ വന്നാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. അംറുൻ യദ്ഹറു ബിഖിലാഫിൽ ആദത്തി അലാ യദി മുദ്ദഇൻ നുബുവത്ത്. നുബുവത്ത് വാദിക്കുന്ന ഒരു വ്യക്തിയുടെ കരങ്ങളിലൂടെ ഒരു വ്യക്തിയിൽ ലാഹിറാകുന്ന ആദത്തിന്റെ അസാധാരണ സംഭവം എന്ന് പറയാം. ഒന്നുകൂടി എളുപ്പാക്കി പറഞ്ഞു, അസാധാരണ സംഭവമാണ്. അവര് വാദിക്കുന്ന നുബുവത്തിന് അല്ലാഹു തആല ഒരു തെളിവാക്കി കൊടുത്തതാണ്. ഞാൻ നബിയാണ്, എനിക്ക് അല്ലാഹുവിൽ നിന്ന് ഇങ്ങനെ സന്ദേശം വന്നിട്ടുണ്ട്, ആ സന്ദേശം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കൽപ്പനകൾക്ക് വഴിപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടല്ലോ എന്താണ് ഇതിന് തെളിവ് എന്നുള്ളത് വേണം, തെളിവ് വേണം. ആ തെളിവായി അല്ലാഹു തആല കൊടുക്കുന്ന ഒരു വലിയ തെളിവാണ് ഈ അംറുൻ ഖാരിഖുൽ ആദത്തി, അസാധാരണ അത്ഭുതകരമായ സംഭവം എന്നുള്ളത്. ഞാൻ വാദിക്കുന്ന വാദത്തിൽ ഞാൻ സത്യമുള്ള ആളാണെന്ന് നിങ്ങളെ മുന്നിൽ ഞാനൊരു വാദം കൊണ്ടുവന്നു, സത്യമുള്ള ആളാണെന്ന് തെളിവ് എന്താണെന്ന് ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത അസാധാരണ സംഭവം എൻ്റെ ഇഷ്ടപ്രകാരമോ അല്ലാതെയോ ഒന്നിരിക്കെ ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലോ അല്ലെങ്കിൽ ഞാനൊന്നും ഉദ്ദേശിക്കാത്ത രൂപത്തിൽ തന്നെ എനിക്ക് തെളിവായി ഞാൻ ഒരു സത്യപ്രവാചകനാണെന്ന് തെളിയിക്കുന്ന രൂപത്തിൽ ഒരു വ്യക്തി, ഞാനല്ല ഒരു വ്യക്തി വാദിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് തെളിയിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൽ വെളിവാകുന്ന ഒരു അത്ഭുതമാണ്, അസാധാരണ സംഭവമാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഖിലാഫുൽ ആദത്ത് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഹർക്കുൽ ആദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുകൂടി വ്യക്തമായി വിശദീകരിച്ചാൽ. നമ്മളെ വിഷയം തന്നെ അതാണ്, എക്സ്ട്രാ ഓർഡിനറി ഇൻ ഇസ്ലാം എന്നുള്ള അസാധാരണ സംഭവങ്ങൾ. ഈ അസാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാറ്റഗറിയായി അതിനെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ നല്ല ഒരു അസാധാരണ ചൊറുക്കാണ് അയാൾക്ക് പറയുക, അതൊരു സാധാ ചൊറുക്കല്ല, അതൊരു ഭാഷാപരമായ അസാധാരണ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു അസാധാരണമായ ചൊറുക്കാണ്. അയാളെ ഒരു കഴിവ്, ഒരു അസാധാരണ കഴിവാന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു ഭയങ്കര ഹിഫ്ദിന് പവർ ഉണ്ടെങ്കിൽ ഒരു അസാധാരണ പവറാണെന്ന് പറയും. പക്ഷെ ആ ഒരു അസാധാരണ പവർ അല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ നാച്ചുറൽ ലോസ്, പ്രകൃതി നിയമങ്ങൾ അതിന് എതിരായി, പ്രകൃതി നിയമങ്ങൾ കീഴിലല്ലാതെ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് അവിടെ പിന്നെ ഈ ഹർക്കുൽ ആദത്ത് എന്ന് പറയുന്നത്. മറ്റേ ഇപ്പോൾ നമ്മളൊരു നൂലിന്റെ മുകളിലൂടെ ഒരാൾ നടന്നു കഴിഞ്ഞാൽ അതൊരു അസാധാരണ സംഭവം തന്നെ. ഇവിടുന്ന് അതുവരെ ഒരു നൂല് കെട്ടി അതിലൂടെ ഒരാൾ നടക്കുമ്പോൾ അത് ആർക്കും കഴിയാത്ത, പക്ഷെ അത് സാധാരണ സംഭവമാണല്ലോ. ഒരു കണക്കിന് അസാധാരണ, അതൊരു അസാധാരണ. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച അസാധാരണ അത്തരത്തിലുള്ള പ്രാക്ടീസ് ചെയ്ത് സ്കില്ല് നേടിയെടുത്ത് നടക്കുന്ന ഒന്നാണ്, അത് അസാധാരണമല്ല. അപ്പൊ അത് നാച്ചുറലൊക്കെ എതിരുമല്ല. കയറിലൂടെ നടക്കുക എന്നുള്ളതൊന്നും പഠിച്ച ഒരാൾ നടക്കുക എന്നുള്ളത് നാച്ചുറലൊക്കെ എതിരല്ല. അപ്പൊ അത് അസാധാരണ സംഭവത്തിൽ നാച്ചുറൽ ലോസുകൾക്ക് കീഴിലല്ലാതെ വരുമ്പോഴാണ് ശരിക്കും സാധാരണയുള്ള നാച്ചുറൽ ലോസിന് കീഴിലല്ലാതെ വരുമ്പോഴാണ് അസാധാരണ സംഭവങ്ങൾ എന്ന് പറഞ്ഞു വരിക. അപ്പൊ അത് പിന്നെ പല എക്സ്ട്രാ ഓർഡിനറി, നമ്മൾ അത് എക്സ്ട്രാ ഓർഡിനറി പറയുമ്പോൾ വലിയൊരു ജിൻസാണ്. അറബിയിൽ പറഞ്ഞാൽ ധാരാളം അതിന്റെ കീഴിലുണ്ട്. അതിൽ ഒന്നാണ് ഇത്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ പിന്നെ സാധാരണഗതിയിൽ മിറക്കിളുകളിൽ തന്നെ നമ്മൾ വരുമ്പോ മാജിക്കുകളിലൊക്കെ ഉണ്ടാവും ട്രിക്കുകൾ ചെയ്യും. ട്രിക്ക്
കൈ കരുത്ത് പിന്നെ പെട്ടെന്നുള്ള പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കുന്ന ട്രിക്കുകൾ ഉപയോഗിച്ച് ഇല്യൂഷൻ ആളുകളെ ഇങ്ങനെ കൺകെട്ടുകൾ നടത്തി അത്ഭുതങ്ങൾ കാണിക്കും. അത് അത്ഭുതം അല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അത്ഭുതമല്ല, എന്തോ നമ്മളെ തൊട്ട് മറിച്ചെടുക്കുന്ന ചില ട്രിക്കുകളാണ്. ആ ട്രിക്ക് എന്തെന്ന് അറിയാത്തൊരു പ്രശ്നമുള്ളവിടെ അങ്ങനത്തെ മാജിക്കുകളുണ്ട്. അതും ഒരു കണക്കിന് അസാധാരണമാണ് പറയാം, അസാധാരണ സംഭവമാണ്. പക്ഷെ അത് നാച്ചുറൽ ലോക്ക് എതിരല്ല, നാച്ചുറൽ ലോന്റെ ഉള്ളിൽ വരുന്ന കീഴിൽ വരുന്ന. അപ്പൊ മലയാളത്തിലല്ലേ എക്സ്ട്രാ ഓർഡിനറി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇതൊക്കെ അസാധാരണ സംഭവമാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന അസാധാരണ സംഭവം നാച്ചുറൽ ലോസ് കീഴിലല്ലാതെ വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച അസാധാരണ സംഭവങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഹർക്കുൽ മുജത്തിന്റെ താരീഫിൽ നിന്നുള്ളതാണ് ഖിലാഫുൽ ആദത്ത് അല്ലെങ്കിൽ ഹർക്കുൽ ആദത്ത് എന്നുള്ളത്. ഈ ഹർക്കുൽ ആദത്ത് ഉണ്ടായി എന്നതുകൊണ്ട് ആ സംഭവമോ അല്ലെങ്കിൽ അത് ഉണ്ടായ വ്യക്തിയോ വിശ്വാസയോഗ്യരായി മാറും? ക്രെഡിബിലിറ്റി അവിടെ തന്നെ നമുക്ക് കിട്ടുമോ? ഹർക്കുലാദത്തുകൾ കുറെ വ്യത്യസ്ത ഇനം ഹർക്കുലാദത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. വ്യത്യസ്ത ഇനം ഹർക്കുലാദത്തുകൾ ഉണ്ട്. ഹർക്കുലാദത്തുകൾ സംഭവിക്കല് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിലൊക്കെ പറയുന്നുണ്ട്. ഹർക്കുൽ ആദത്തുകൾ സംഭവിക്കുക എന്നുള്ളത് അത് പിന്നെ സംഭവിക്കുന്നതിന് വിശ്വാസികൾ തന്നെ പോലും ആകേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഫത്ഹുൽ ബാരിയിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വിശ്വാസികളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നൊക്കെ ഹർക്കുൽ ആദത്തുകൾ നമുക്ക് അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അവരിൽ നിന്ന് ഹർക്കുൽ ആദത്തുകൾ വെളിവാകുന്ന രൂപങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആ ഹർക്കുൽ ആദത്തിനെ അത് ശരിയാണോ അല്ലേ എന്ന് വിലയിരുത്താൻ അയാളുടെ ജീവിതത്തിന്റെ ഇസ്തിഖാമത്താണ് മാനദണ്ഡം എന്ന് പറഞ്ഞ് വ്യക്തമാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഹർക്കുൽ ആദത്ത് എന്ന് പറഞ്ഞത് ഈ നാച്ചുറലൊക്കെ എതിരുള്ളത് പല ആളുകളിൽ നിന്നും സംഭവിക്കാം എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഉസ്താദ് ഹർക്കുൽ ആദത്തിനെ വിശദീകരിച്ചു, മാജിക്കിനെ കുറിച്ച് സംസാരിച്ചു. നമ്മളെ വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് മാജിക്. ഈ മാജിക്കിൽ തന്നെ ഉള്ളതാണ് വൈറ്റ് മാജിക്, ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ പെർഫോമൻസ് മാജിക്, ഇങ്ങനെ 3 തരം മാജിക്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് വിശദീകരിക്കപ്പെടേണ്ടത്? വൈറ്റ് മാജിക്, ബ്ലാക്ക് മാജിക്. ഈ മാജിക് എന്ന് പറഞ്ഞ സത്യത്തില് നമ്മൾ സാധാരണ മാജിക് പറഞ്ഞത് നേരത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച മാജിക്കാണ്. മാജിക് സ്റ്റേജുകളിലൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ച് ഇല്യൂഷൻ കൺകെട്ടിലൂടെ നടത്തുന്ന, നമുക്കും അറിയാം അവർക്കും അറിയാം, ചില ട്രിക്കുകൾ ഉപയോഗിച്ച് നടത്തുന്നതാണ് മാജിക് എന്നുള്ളത്. പിന്നെ പാരാസൈക്കോളജിയില് ഈ പിന്നെ മന്ത്രവാദങ്ങളെ ദുർമന്ത്രവാദം, അതുപോലെ നല്ല മന്ത്രവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞ രൂപത്തില് പിന്നെ ജിന്നി ശൈത്വാന് ഭൂതങ്ങള്, നമ്മൾ അറബി പറയുമ്പോൾ ജിന്നി ശൈത്വാന് ഭൂതങ്ങള്, ഇവരെയൊക്കെ സ്വാധീനിച്ച് അവരുടെ സഹായങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന രൂപത്തിലുള്ള മന്ത്രവാദങ്ങളൊക്കെ നടത്തി, സിഹിർ ഇങ്ങനെ മന്ത്രവാദങ്ങളൊക്കെ നടത്തി ഒരാൾക്ക് പിന്നെ വിപത്തുണ്ടാക്കുന്ന രീതിയിൽ, ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുക, മന്ത്രങ്ങൾ നടത്തുക. പിശാചിനൊക്കെ പ്രത്യേകിച്ച് സിഹിറാണ്, സിഹിർ സത്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയും ആ സിഹിറിന് അത് യാഥാർത്ഥ്യമുള്ളതാണെന്ന് ഖുർആൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ദൃശ്യത്തിൽ ഇല്ലാത്ത പല പിന്നെ പിശാചിന്റെ ഒക്കെ സഹായത്തോടു കൂടെ ബുദ്ധിമുട്ടുകൾ ഇവിടെ സൃഷ്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് വഹാബികളൊക്കെ സിഹിറുണ്ടെന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അതൊരു അദൃശ്യ ശക്തിയുള്ള വിശ്വാസമാണല്ലോ, അദൃശ്യ ശക്തികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞ നല്ലൊരു രൂപം ഉണ്ടായിരുന്നു. പിന്നീട് ജിന്നി വിഭാഗം വന്നപ്പോൾ അങ്ങനെ അതൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഇസ്ലാമിൽ നിന്ന് പുറത്താവൂല, അങ്ങനെ തരീഫേ അതിന്റെ നിർവചനം കൊടുത്തോർ തൗഹീദിന്റെ നിർവചനം നമ്മുടെ കാഴ്ചയിലും നമ്മുടെ പ്രത്യക്ഷത്തിലും ഇല്ലാത്ത കഴിവ് മറ്റൊന്നിൽ വിശ്വസിക്കുകയും ആ വിശ്വസിച്ചത് കൊണ്ട് അവരുടെ സഹായം തേടുകയും ചെയ്താൽ അത് ശിർക്കാണെന്ന രീതിയിലേക്ക് പോയപ്പോൾ സിഹിർ പോലത്തത് എന്താണ്, അതിന്റെ സഹായം തേടലും അതിനുവേണ്ടി പ്രവർത്തിക്കുക, അത് ചെയ്യലൊക്കെ ശിർക്കാണ്, കുഫ്റാണെന്ന് പറയുന്നിടത്ത്. അതേ സ്ഥാനത്ത് അത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾ നടത്തി മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വിപത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിനാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. അതൊരു അസാധാരണ സംഭവമാണല്ലോ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്.
അത് സന്യാസിമാരാവില്ല, അവരിൽ തന്നെ അത് പിന്നെ പിശാചിന്റെ സഹായം തേടുന്നവർ എന്ന അർത്ഥം കൊടുക്കുന്നുണ്ട്. നമ്മളൊരു വിശാലമായ അർത്ഥത്തിൽ കൊടുത്ത നന്മക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ വൈറ്റ് മാജിക് എന്നും, തിന്മക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ ബ്ലാക്ക് മാജിക്, പൈശാചിക സഹായങ്ങൾ തേടി ചെയ്യുന്ന കാര്യങ്ങളെ ബ്ലാക്ക് മാജിക്. നമ്മുടെ കാഴ്ചപ്പാടിൽ, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചല്ലാതെ ചെയ്യുന്നതൊക്കെ ബ്ലാക്ക് മാജിക് ആണ്. അത് ഏത് മന്ത്രവാദമാണെങ്കിലും ബ്ലാക്ക് മാജിക്. അത് ഓരോ ഹിന്ദുക്കൾക്കും പറയാം, അതുപോലെ വ്യത്യസ്ത രൂപങ്ങളിലുണ്ടാവും. ഓരോ മതങ്ങൾക്കും ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോ മന്ത്രവാദങ്ങൾ പോലത്തത് മന്ത്രം ഇസ്ലാമിലും സത്യം തന്നെയാണ്. അതിന്റെയൊക്കെ സഹായത്തോടുകൂടെ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിനെ വൈറ്റ് മാജിക് എന്നും, ഹാംഫുള്ളായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിനെ ബ്ലാക്ക് മാജിക് എന്നും പറഞ്ഞ് രണ്ട് രൂപത്തിൽ. അത് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു അസാധാരണ സംഭവമാണ്. നാച്ചുറൽ ലോക്ക് പുറത്താണോ അകത്താണോ അതൊന്ന് ചർച്ച ചെയ്യേണ്ട. അവിടെ നാച്ചുറൽ ലോക്ക് പുറത്താണോ അകത്താണോ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചും വൈറ്റ് മാജിക്കിനെ കുറിച്ചും പെർഫോമൻസ് മാജിക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണുന്ന ശഅബദ എന്നൊരു സംഗതി ഉണ്ടല്ലോ. നവീമാമു മജ്മൂഇലാണെങ്കിലും സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അസ്നൽ മത്താലിബൊക്കെ ശഅബദയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ശഅബദ ഇതിൽ പേരില പെടുക. ശഅബദത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ബഹജീലൊക്കെ ശഅബദത്തു എന്ന് പറഞ്ഞ ഈ ട്രിക്കാണ്. പെർഫോമൻസിലെ ട്രിക്കാണ്. അതിനെ കുറിച്ചാണ് ശഅബദത്ത് എന്ന് പറയുന്നത്. നമ്മള് പിന്നെ ഈ സ്കില്ലുകൾ പഠിച്ച് സ്കില്ലുകൾ ഇതാക്കി ആ രൂപത്തിൽ നടക്കുന്ന ട്രിക്കിൽ ആളുകളെ മുന്നിൽ തെറ്റിദ്ധാരണ, ഇല്യൂഷൻ, ഇങ്ങനെ മിഥ്യാധാരണ ഉണ്ടാക്കി ആ രൂപത്തിൽ നടത്തുന്നതിനാണ് ശഅബദത്ത് എന്ന് പറയുന്നതെന്ന് അതിന്റെ തഅരീഫ് കൊടുത്ത സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാം. ലഅബുൻ യറൽ ഇൻസാനു മിൻ മാ ലൈസ ലഹു ഹഖീഖത്തുൻ, യാഥാർത്ഥ്യമില്ലാത്ത ഒന്ന് മനുഷ്യൻ അതിൽ നിന്ന് കാണും. അല്ലേ? എന്തൊക്കെയാണ് ആളുകളെ പകുതിന് മുറിച്ചിട്ട രൂപത്തിൽ കാണും, ഇല്ലാത്തൊരു പ്രാവ് പാറിപ്പോയ രൂപത്തിൽ കാണും, പല മാ ലൈസ ലഹു ഹഖീഖത്തില്ലാത്ത ഒന്ന് കാണും. വശഅബത്തു ഇദ്ഹാറിൽ ഉമൂരിൽ അജീബത്തി ബിവാസിതത്തി തർതീബി ആലാത്തിൻ ഹൻദസിയ വഹിഫത്തിൽ യദ്, കൈക്കടുപ്പത്തിലൂടെയൊക്കെ നടത്തുന്ന അത്തരം കാര്യങ്ങളാണ് ശഅബദത്ത് എന്ന് പറയുന്നത്. ആ ശഅബദത്ത് അത് പെർഫോമൻസ് മാജിക്കിന് 2-3 ഐറ്റായി നമുക്ക് തിരിക്കാമല്ലോ. ബ്ലാക്ക് മാജിക്, വൈറ്റ് മാജിക്, പിന്നെ പെർഫോമൻസ്. അത് സത്യത്തിൽ ഈ അസാധാരണ സംഭവം അല്ല. പ്രത്യക്ഷത്തിൽ അസാധാരണ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഫിസിക്സിന്റെ ലോക്ക് അല്ലെങ്കിൽ നാച്ചുറൽ ലോക്ക് കീഴിൽ നിൽക്കുന്ന ഒന്നാണ്. അതേ സ്ഥാനത്ത് ബ്ലാക്ക് വൈറ്റ് മാജിക്കുകൾ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. അപ്പൊ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ വരുന്ന ഒന്നിനാണ് ഹർക്കുലാദത്ത് എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ വേണമെങ്കിൽ ഒരു വിശദീകരണം കൊടുക്കാവുന്നത്. നമ്മളെ വിഷയം എക്സ്ട്രോർഡിനറി ഇൻ ഇസ്ലാം, മിറാക്കിൾസ്, മാജിക് ആൻഡ് ടെക്നോളജി എന്നായിരുന്നു. മിറാക്കിൾസിനെ കുറിച്ച് സംസാരിച്ചു, മാജിക്കിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ടെക്നോളജിയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. വിശുദ്ധ ഇസ്ലാമിന് എന്തൊരു പുതിയ സംഗതി വരുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതാവണമെന്നില്ല, ഒരു ആരോപണം വരുമ്പോഴേക്കും നമ്മൾ പ്രതിക്കൂട്ടിലാണോ, നമുക്കൊരു സ്വത്ത പ്രതിസന്ധി ഉണ്ടോ, നമ്മൾ ഉത്തരം മുട്ടിപ്പോയോ എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദുൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ വിഷയം ഉണ്ടാവുമ്പോഴൊക്കെ ഇസ്ലാം പ്രതിക്കൂട്ടിലാവോ, ഇസ്ലാമിന് ഇതിനെന്താ പറയാനുണ്ടാവുക, ഇതിൽ ഇസ്ലാമിന് മറുപടി ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുടെ ആവശ്യം മുഅ്മിനില്ല. നമ്മൾ എപ്പോഴും തുമഈനത്തുൽ ഖുലൂബോടെ തന്നെ മുന്നോട്ട് പോകുക. അതന്നെയാണ് ഈ ടെക്നോളജിയുടെ വിഷയത്തിലും പറയാനുള്ളത്. ടെക്നോളജി ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണല്ലോ നമ്മളുള്ളത്. 1950 തോന്നുന്നു ട്യൂറിംഗ് ടെസ്റ്റ്, മെഷീൻ്റെ ഇൻ്റലിജൻസ് അളക്കാൻ വേണ്ടി ട്യൂറിംഗ് ടെസ്റ്റ് അലൻ ട്യൂറിംഗ് കണ്ടുപിടിക്കുന്നത്. പിന്നെ 1956 ആകുമ്പോഴേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു പദം തന്നെ കോയിൻ ചെയ്യപ്പെട്ടു. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അഭൂതപൂർവമായ വളർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അഡ്വാൻസ്ഡ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള ഈ വളർച്ചയൊക്കെ ഇസ്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എന്താണ് അതിൽ ഇസ്ലാം നമുക്ക് കൽപ്പിക്കുന്ന സാധ്യതകൾ? അത് ഇൻഷാ അല്ലാഹ് അതിലേക്ക് ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു വിഷയം കംപ്ലീറ്റ് ചെയ്യാം. അതായത് നമ്മളെ കിതാബുകളിൽ ചർച്ച നടക്കുമ്പോൾ ഈ സിഹിർ അത് ഹർക്കുലാദത്താണോ അല്ലേ എന്നൊരു ചർച്ച. ചില പണ്ഡിതന്മാരത് ഹർക്കുലാദത്താണ്, മറ്റു ചിലത് ഹർക്കുലാദത്തല്ല, അതൊക്കെ ആദത്ത് തന്നെയാണ്.
അംറുൻ ഖാരിഖുൽ ആദത്ത്, ആദത്തിനെ പൊളിച്ചു കളയുന്ന ഒന്ന് എന്നാണ്. പിന്നെ നമ്മൾ മുഅ്ജിസത്തിന് ആ വിശദീകരണത്തിൽ കൊടുക്കുമ്പോ സിഹിർ ഖർഖുല്ലാത്താണോ അല്ലേ? നിങ്ങള് സസിൽ കുറച്ച് കുട്ടികളുണ്ടല്ലോ, നിങ്ങളെ കാഴ്ചപ്പാടും പാടെ ചർച്ച നിങ്ങൾക്ക് പങ്കെടുക്കാം. സിഹിർ അത് ഖർഖുല്ലാത്താണോ അല്ലേ? എന്താണ് കാഴ്ചപ്പാട്? ഒരു സ്വന്തം ഒന്ന് വിലയിരുത്തി. നമ്മളിപ്പോ ഈ മുമ്പ് പറഞ്ഞ മാതിരിയാണ്, നമുക്കൊരു നേതാവുണ്ട്, ആ നേതാവ് പറഞ്ഞ എല്ലാ ആയി എന്ന രീതിയല്ലല്ലോ. നമ്മൾ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഓതി പഠിക്കുന്ന കാലത്ത് നമ്മൾ ഉസ്താദുമാരെന്ന് പറഞ്ഞാല് ഒരു വാദം നമ്മുടെ മുന്നിലിട്ട എതിർവാദം നടത്തുന്നവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനൊക്കെ മർക്കസിലൊക്കെ പഠിക്കുമ്പോൾ ഉസ്താദൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് ഒരു വാദം വെച്ചാൽ അതിന്റെ എതിർവാദം വെച്ച് തർക്കിക്കുക പറഞ്ഞാല് ഭയങ്കര ഒരു മഹബത്തായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഉസ്താദ്മാരുടെ രീതിയിൽ ഞാൻ കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചതാണ്. അപ്പൊ ഈ ഉന്ദൂർ ഇലൽ മഖാലിലാവൻ കാല എന്ന് പറഞ്ഞത് അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി, ആ ചർച്ച നമ്മളെടുത്ത് വന്നു. അതുകൊണ്ട് നമ്മുടെ ഈ സാധാരണ നമ്മളെ പറ്റി തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. കരിസ്മാറ്റിക് അതോറിറ്റി പറഞ്ഞത് അപ്പടി വിഴുങ്ങുന്ന ഒരു ശൈലിയാണ്, ഒരു അന്തംഗമി വിശ്വാസമാണെന്ന് പറയും. നമ്മളെ ഓതി പഠിക്കുമ്പോൾ ഇത് പുറമുണ്ടല്ലോ, അനുഭവത്തിന്റെ വെളിച്ചത്തിലുണ്ടല്ലോ, ഓരോ എതിർവാദം പറയുമ്പോണ്ടാവും. അവിടെയാണ് ഉസ്താദ്മാർക്ക് ഹരണ്ടാകുക, പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവും. അവര് വാദിച്ച വാദത്തിന് എതിരെ, പ്രത്യേകിച്ച് തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ അനുഭവമാണ്. അവര് വാദിച്ച വാദത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ ആ വാദം സമർത്ഥിച്ച് പരസ്പരം ഏറ്റുമുട്ടി എന്നിട്ട് അവരുടെ വാദം സമർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. ഭയങ്കര ഒരു സ്നേഹക്കാരാണ്. ചോദിക്കാതിരുന്നാൽ പറയും ഇങ്ങനെ നിങ്ങൾക്ക് ഓതിത്തരാൻ ഒരു പണിയില്ല, കോയാക്കാക്ക് ഇവിടെ വന്ന് തിരുന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ എന്താ പണി? ഞാൻ പറഞ്ഞ ഇങ്ങനെ എന്ന് പറഞ്ഞ് മൂളി കേൾക്കുന്ന രീതിയാണെങ്കിൽ പഠിപ്പിക്കേണ്ട രീതി ഇവിടെ ആവശ്യമില്ലല്ലോ. ഇവിടെ ആ ക്യാൻറ്റീനത്തെ കോയാക്ക വന്ന് തിരുന്നാൽ പോരെ എന്നൊക്കെ പറയുന്നത്. അപ്പൊ പറഞ്ഞതിനെ ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ വലിയൊരു ഇഷ്ടം, മഹബത്ത് നമ്മൾ ഉസ്താദ്മാര് കാണിക്കലുണ്ട്. അതേ രീതിയിൽ ഇവിടെ പറയുമ്പോ സിഹിർ എന്ന് പറഞ്ഞത് പണ്ഡിതന്മാരിൽ ഇപ്പൊ നമ്മൾ സെർലക്കായിൽ ഖയാലിയൊക്കെ ഓതുന്ന സമയത്ത് തന്നെ നമ്മൾ ചർച്ച സിഹിർ ഖർഖുലാദത്താണോ അല്ലേ എന്നൊരു ചർച്ച. അപ്പൊ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖർഖുലാദത്താന്ന് പറഞ്ഞു, മറ്റൊരു വിഭാഗം പറഞ്ഞത് ഖർഖുലാദത്തല്ല, അത് ആദത്താന്ന്. ഇതിലിപ്പോ ഏതാ നമ്മള് തഹ്ഖീഖാക്കുക? അവിടെ യഥാർത്ഥത്തിൽ ഒരു ഖിലാഫ് ഉണ്ട്. നമ്മളൊരു അതിനെ കുറിച്ചൊന്ന് വിലയിരുത്തിയാണെങ്കിൽ, യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഖിലാഫിലേക്ക് എത്താൻ സാധ്യത ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. അത് വേണ്ട പോലെ വിശദീകരിച്ച ഒരു ഖിലാഫ് എത്തൂല. ആദത്ത് എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം കൊടുക്കുന്നത്? നാച്ചുറൽ ലോസിന് കീഴിലുള്ളത് എന്ന ശാസ്ത്രീയമായി വിശദീകരണം നൽകാൻ കഴിയുന്ന കാര്യങ്ങളാണ് ആദത്ത് എന്ന് വെക്കുക. അതാണ് ആദത്തിന് പരിധിയിൽ വന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ സിഹിർ ഖർഖുല്ലാദത്താണ്, നാച്ചുറൽ ലോസിന് പുറത്താണ്, ശാസ്ത്രീയമായി വിശദീകരണം നൽകപ്പെടുന്ന ഒന്നല്ല. നാച്ചുറൽ ലോസിന് പുറത്താണ് അതുള്ളത്. അവിടെ ആർക്കും തർക്കല്ലത്. നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയുള്ള ശാസ്ത്രീയ വിശദീകരണങ്ങളെ കൊണ്ട് വിശദീകരണം നൽകപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. ആ ഒരർത്ഥത്തിൽ അതെന്താണ്? ഖർഖുൽ ആദത്തൻ അല്ലേ? എന്നാൽ സിഹിർ എന്ന് പറഞ്ഞ ഒന്ന്, അത് സ്കില്ല്, ആ സിഹിറിന് വേണ്ട ചില മെത്തഡോളജി അത് സ്വീകരിച്ച് അത് പഠിച്ച് കൃത്യാക്കി നടത്തിയാൽ ആർക്കോ ചെയ്യാൻ കഴിയും. സിഹിറിന് അതിന് ചില പ്രത്യേകമായ ശൈലികൾ, രീതികളുണ്ട്. ആ രീതി അനുസരിച്ച് പഠിച്ചാൽ അത് ആർക്കും നടപ്പിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴോ ചില സ്കില്ലാണ്. അപ്പൊ ഈ കയറുമ്മയിലൂടെ നടക്കുന്നത് ഒരു സ്കില്ലാണല്ലോ, സാധാഗതിയിൽ ചെയ്യൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ നടക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് ആദത്താണ്. സാധാഗതിയിൽ നോക്കുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ സിഹിർ എന്താ? ആ രൂപത്തിൽ നോക്കുമ്പോ സിഹിർ എന്താ? ആദത്താണ്. ആദത്ത് പറഞ്ഞാൽ പഠിച്ചൊരു സ്കില്ല് അനുസരിച്ച് ചെയ്ത് റെഡിയാക്കാൻ കഴിയണമെന്നുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോ അത് ഖർഖുല്ലാദത്തല്ലതാണ്. അപ്പൊ അങ്ങനെ നോക്കിയാല് ആ ഖർഖുല്ലാദത്താണ് എന്ന് പറഞ്ഞവർ ഏത് അർത്ഥത്തിന് പറഞ്ഞിട്ടുള്ളൂ? നാച്ചുറൽ ലോസ് പുറത്തുള്ളത് എന്നുള്ള ആൾക്കാർ. ആദത്താന്ന് പറഞ്ഞവർ ഏത് അർത്ഥത്തിന് പറഞ്ഞിട്ടുള്ളൂ? അത് നമ്മൾ സ്കില്ല് പഠിച്ച് റെഡിയാക്കി, വേണ്ട പോലെ പഠിച്ച് റെഡിയാക്കി കൊണ്ടുവന്നാൽ അത് കൃത്യമായി ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ രൂപത്തിലാണെങ്കിൽ അത് ആദത്ത് തന്നെയാണ്. അപ്പൊ പരസ്പരം യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു ഖിലാഫ് അവിടെ വരുന്നില്ല. ഇനി അവിടെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ മുഅ്ജിസത്ത് എന്ന് നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കി ചെറിയൊരു വിശദീകരണം കൂടി അവിടെ ആവശ്യമാണ്. മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ ഖാരിഖുൽ ആദത്താണ്. അപ്പൊ സിഹിർ ആദത്തനുസരിച്ച് ചില പ്രാക്ടീസ് നടത്തിയാൽ നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ മുഅ്ജിസത്ത്, കറാമത്ത് പറയുന്നത് പ്രാക്ടീസ് കൊണ്ട് ചെയ്യാൻ കഴിയണ ഒന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്ന് വെള്ളം അങ്ങനെ വന്നു, അതിവിടെ ലോകത്ത് ഒരു സൃഷ്ടിക്കും അങ്ങനത്തെ ഒരു പ്രാക്ടീസ് നടത്തി ചെയ്യാൻ കഴിയണമെന്നല്ല. ശാസ്ത്രീയ വിശദീകരണം അതിനില്ല. അങ്ങനെ കയ്യ് മന്ത്രിച്ചിട്ടും വെള്ളം വരുത്തിയല്ല. അത് പറഞ്ഞാല് നബി തങ്ങൾ ഇരുന്നു
പെട്ടെന്ന് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ കൈ നീട്ടിയപ്പോൾ അല്ലാഹു തആല ആ കയ്യിലൂടെ വെള്ളം ഇങ്ങനെയുണ്ട്. അത് ശാസ്ത്രീയമായ വിശദീകരണങ്ങളോ അല്ലെങ്കിൽ ആദത്തിൽ അങ്ങനത്തെ ട്രിക്ക് ചെയ്ത് പഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിറിനുള്ള ട്രിക്ക് ഉണ്ടല്ലോ, അത് പഠിച്ചിട്ടോ ചെയ്ത ഒന്നല്ല. അതാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് ഖർഖുൽ-ആദത്ത്, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഏത് പറഞ്ഞാല് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാലും കറാമത്ത് എന്ന് പറഞ്ഞാലും അത് പഠിച്ചെടുത്ത് ട്രിക്കുകളിലൂടെ ചെയ്യുന്ന ഒന്നല്ല മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മുഅ്ജിസത്തും കറാമത്തും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത്? മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ഒരു നബി, എക്സ്ട്രാ ഓർഡിനറി ഇൻ ഇസ്ലാം ആണല്ലോ. ഒരു നബി ഞാൻ നബിയാണെന്ന് വാദിക്കുമ്പോൾ അതിന് തെളിവാണ് മിറാക്കിള് തെളിവാണ്. തെളിവ് എന്താ? ഇപ്പൊ നബി വന്നിട്ട് പറയാം, നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യം. ഒരാള് സ്വാഭാവികമായി ചോദിക്കും, നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ അതിന്റെ തെളിവ് എന്താന്ന്. ആ തെളിവ് എന്താ? തെളിവ് കണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പറയാണ്, ഒരു തെളിവ് ചോദിച്ചു. ഇപ്പൊ ഇപ്പൊ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു തെളിവ് പറയാം. അപ്പൊ ഈ മിറക്കുളയിലൊക്കെ പിന്നെ നമ്മളെ ഒരു വ്യക്തി മിറക്കുള എന്നുള്ള എടുത്തിട്ട് ഭയങ്കര സംഭവമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ആദ്യമൊക്കെ ഞാൻ ഈ ഇത്തരത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര പഠിച്ച് അവതരിപ്പിക്കുന്നതാന്നുള്ള ഒരു ധാരണയിൽ കേട്ടുവരുന്നു. സത്യത്തിൽ ഏതെങ്കിലും സൈറ്റുകളിൽ വന്ന ഒരു വിഷയം എന്താണെന്ന് പോലും മനസ്സിലാക്കി കോപ്പി പേസ്റ്റ് വിക്കി ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് എക്സ് മുസ്ലിമീങ്ങൾ രൂപീകരിച്ച ഒരു ഇസ്ലാമിന്റെ വിമർശനത്തിന് വേണ്ടി മാത്രം ചില വിഷയങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അതേമാതിരി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മിറക്കുൾ എന്നൊരു സംഭവമായിട്ട് ഇതൊക്കെ ഞാൻ പഠിച്ചു വന്ന ആളാണെന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അവിടെ കാണുന്നത്. അപ്പോ മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ നബിയാണെന്ന് വാദിച്ച ആളിൽ നിന്നും ഈ രൂപത്തിലുള്ള രണ്ട് നിലക്കും ശാസ്ത്രീയമായ വിശദീകരണങ്ങളോ പഠിച്ചോ അല്ലാത്ത രൂപത്തിലുള്ള സ്കില്ലുകളിലൂടെ പഠിച്ചോ വ്യക്തമായ രൂപത്തിലുള്ള അല്ലാതെ തന്നെ ഒരു നബിയിലൂടെ വാഹിറാകുന്ന കാര്യമാണ് എന്ത് പറയുന്നത്, ഈ ഖർഖുൽ-ആദത്ത് എന്ന് പറയുന്നത്. അത് ഒരു നബിയിൽ നിന്ന് അതിന് തെളിവായ രൂപത്തിൽ ഉണ്ടാവുമ്പോഴാണ്, ആ നബി നബിയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിൽ ഉണ്ടാവുമ്പോഴാണ് മുഅ്ജിസത്താവുന്നത്. കറാമത്ത് പറഞ്ഞ നബിവാദം ഇല്ലാതെ ഇസ്തിഖാമത്തോടുകൂടെ നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മോഡേൺ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായ വലിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ തന്നെ ഇബ്നു ഹജർ അസ്കലാനി തങ്ങളെ ഞാൻ ഇബാർത്ത് എഴുതി വെച്ചിരുന്നത് ഇബ്നു ഹജർ അസ്കലാനി ഇബാർത്ത് ഉണ്ടെങ്കിൽ ഒന്നിട്ടാണ്. ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറഞ്ഞു ഖർഖുൽ-ആദത്ത് ഉണ്ടാകുക എന്നുള്ളത് അത് ഔലിയാക്കളിൽ നിന്നോ നബിമാരിൽ നിന്നോ മാത്രമല്ല ഉണ്ടാകുക, ആരിൽ നിന്നും ഖർഖുൽ-ആദത്ത് ഉണ്ടാകാം. നമ്മളിപ്പോ വലിയാക്കുക എന്നുള്ള വലിയൊരു മാനദണ്ഡം ഖർഖുൽ-ആദത്താണ് മാനദണ്ഡം. ഖർഖുൽ-ആദത്തല്ല മാനദണ്ഡം ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്തിൽ നിന്ന് ഖർഖുൽ-ആദത്ത് ഉണ്ടായാൽ എന്തായി? അത് ഇസ്തിഖാമത്തുള്ള ഒരാളിൽ നിന്ന് ഖർഖുൽ-ആദത്ത് ഉണ്ടായാൽ അത് കറാമത്താവും. ഇസ്തിഖാമത്ത് ഇല്ലാത്ത ആളിൽ നിന്നാണ് ഖർഖുൽ-ആദത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇസ്തിദ്റാജാകാം, ചൂണ്ടട്ട് കൊടുക്കുമല്ലോ. ഇവൻ മുഖേന മറ്റേ കൊടുക്കാൻ വേണ്ടി പിശാച് ചൂണ്ടട്ട് കൊടുക്കുക. ഇസ്തിദ്റാജ് ഉണ്ട്, വേറൊരാളോട് മുഖേന ഒരു ഖർഖുൽ-ആദത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഇയാള് നല്ല ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഓനെ പേപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇബ്ലീസ് അവിടെ നിന്ന് കളിക്കും, പിശാച് അവിടെ നിന്ന് കളിക്കും. അതനുസരിച്ച് ചെയ്തു വരുമ്പോ അത് ഖർഖുൽ-ആദത്തായിട്ട് വരാം. അവിടെ ഇസ്തിദ്റാജ് ഉണ്ട്, ഇർഹാസാത്തുകളുണ്ട്, അതുപോലെ തന്നെ കറാമത്തുകളുണ്ട്, മുഅ്ജിസത്തുകളുണ്ട്. ഇതൊക്കെ വ്യത്യാസം. ഒന്ന് നബിയാണെന്ന് വാദിക്കുമ്പോൾ അതിന് തെളിവായി വരുന്ന ഒന്നാണ് മുഅ്ജിസത്ത്. ഇസ്തിഖാമത്തുള്ള മഹാന്മാരിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒന്നാകുമ്പോഴാണ് ഇസ്തിഖാമത്തുള്ള മഹാന്മാർ അല്ലെങ്കിൽ അതുപോലെയുള്ള മഹാന്മാരിൽ നിന്ന് ലാഹിറായി വരുന്ന ഒന്ന് നബുവത്തിന്റെ വാദം അല്ലാതെ വരുന്നതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അതാണ് ആ കൂട്ടത്തിലൂടെ അവിടെ മനസ്സിലാക്കി വരേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ചർച്ചയിൽ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവം എന്നത് അത് വിശാലമായ ഒരു ഏരിയയാണ്. അതിലെ വളരെ ഒരു ചെറിയ പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് പിന്നെ നബുവത്തിന് തെളിവാക്കി കൊണ്ടുവരുന്നത് എന്നുകൂടി മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. ഉസ്താദ്, ഇപ്പോൾ സിഹർ ഖാരിഖുൽ-ആദത്താണോ ആണെന്ന് പറഞ്ഞവരുണ്ട്, അല്ല എന്ന് പറഞ്ഞവരുണ്ട്. ആ ഖിലാഫ് ലഫ്ലിയാണ് എന്നാണ് ഉസ്താദ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. നേരത്തെ ഉസ്താദ് പറഞ്ഞ ഇബാറത്ത് ഫതുൽ ബാരിയുള്ള ഇതാണ്, ഖർഖുൽ-ആദത്തി ഖദ് യഖൗലി സിന്ദീഖി ബിത്വരീഖിൽ ഇംലാഇ വൽ ഇഗ്വാ കമാ യഖൗലി സിദ്ദീഖി ബിത്വരീഖിൽ കറാമത്തി വൽ ഇക്റാം എന്നാണ് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച ആ ഇബാറത്ത്. വഇന്നമാ തഹ്സുലു തഫ്രീഖത്തു ബൈനഹുമാ ബിത്തിബാഇൽ കിതാബി വസുന്നത്തി. അതാണ് ഇസ്തിഖാമത്താണ് അതിന്റെ മാനദണ്ഡം എന്നുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഖർഖുൽ-ആദത്തല്ല മാനദണ്ഡം, ഇസ്തിഖാമത്താണ്.
പിന്നെ നമ്മൾ ചർച്ച വന്നത് പിന്നെ ടെക്നോളജി അല്ലേ, നമ്മളെ നിർത്താൻ സമയമായി വരുന്നുണ്ട്. ടെക്നോളജിയാണ് പിന്നെ അടുത്തൊരു വിഷയം. ടെക്നോളജി പറയുമ്പോൾ AI ഇപ്പോൾ ഒരു ഭയങ്കര ടെക്നോളജിയാണ്. AI നമ്മളിപ്പോൾ മുമ്പ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ AI മറുപടി ആയിരിക്കും ആദ്യം ഉണ്ടാകും. AI ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഒരു 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 പിന്നെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ ഒരു ബുദ്ധിമാൻ നിന്ന് നമുക്ക് അവിടെ എഴുതിയ ഒരു ലേഖനം തരുന്ന രൂപത്തിലാണ്. നമ്മൾ സ്വന്തം ഏൽപ്പിച്ച ഒരു ബുദ്ധിയുള്ള ഒരാള് ഈ AI ഈ ടെക്നോളജിയുടെ വളർച്ചകൾ നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഓരോ ചെറിയ കുട്ടികൾക്ക്, ഞാനൊരു പിന്നെ ഒരു ഒരാഴ്ച മുന്നേ ഒരു ഈ AI-നെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അഗ്രഗണ്യനായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു ക്ലാസ്സിലിരുന്നു. ആ ക്ലാസ്സിലിരുന്നപ്പോൾ ഈ AI ടെക്നോളജിയിൽ ഇവർ കൊടുക്കുന്ന ഈ സോഫ്റ്റ്വെയറുകൾക്ക് നൽകുന്ന ഈ ഒരു ചെറിയൊരു ബുദ്ധി അത് കൊടുക്കണമെങ്കിൽ അവർ ചെലവാക്കുന്ന വലിയ സംഖ്യയും അതിനുവേണ്ട ത്യാഗങ്ങളും, എങ്കിൽ പോലും കുറഞ്ഞ ഒരു ഇന്റലിജൻസ് കൊടുക്കണമെങ്കിൽ തന്നെ നൽകുന്ന കഷ്ടപ്പാടുകൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് അയാൾ എന്നെ അവതരിപ്പിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ കുട്ടികൾക്ക് അല്ലാഹു തആല ആ ഒരു നമ്മിൽ വെച്ച ഈ സംവിധാനങ്ങളുടെ മഹാത്ഭുതങ്ങൾ കാണുമ്പോൾ അതാണ് അവലം യതഫക്കറൂ ഫീ ഖൽഖി സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിൽ അൽബാബ്. ഈ അത്ഭുതങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് അല്ലാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ എന്താണ് പ്രയാസമുള്ളത് എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഏതൊരാൾക്ക് ചോദിക്കാം. ഈ മിറാക്കിളുകളെ അവതരിപ്പിക്കുന്ന ചില ആളുകൾ പറയും മിറാക്കിൾ എന്ന് പറയുന്നതൊക്കെ ഒരു സാധാ രൂപത്തിലുള്ള ഒരു ഇതാണ്, ഇതിന്റെ ബാക്കിൽ ദൈവം വേണ്ടെന്ന് പറയും. ദൈവം വേണ്ടെന്ന് പറഞ്ഞൊക്കെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഉണ്ടായി വന്നതാണെന്ന് മാത്രം വിശ്വസിക്കാന് അത്രത്തോളം നമ്മുടെ ബുദ്ധിയെ ഒന്നിരിക്കെ ഇതിന്റെ ബാക്കിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ട് ഇല്ല, രണ്ടാലും ഓപ്ഷനിൽ ഉണ്ടാകുക. എന്തായാലും പ്രപഞ്ചത്തിന് ഒരു കൃത്യമായ വ്യക്തമായ മറുപടിക്ക് ഇതിന്റെ ബാക്കിൽ അള്ളാഹു ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ആ അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, ഏൽപ്പിക്കപ്പെട്ട മുഅക്കലായ അദൃശ്യ ശക്തികളുണ്ട് എന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തിയത് കൊണ്ട് നമ്മളത് ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രൂപത്തിൽ ഈ AI സംവിധാനങ്ങളും ടെക്നോളജിയും ഒക്കെ നേരത്തെ ഉസ്താദ് പറഞ്ഞ മാതിരി അതൊന്നും ഒരിക്കലും അത് നമുക്ക് എതിരല്ല, അനുകൂലമാണ്. AI വന്നപ്പോൾ അല്ലാഹു തആല ഈ ഓട്ടോമാറ്റിക് നമ്മളെ എന്തായാലും മനുഷ്യ ബുദ്ധിയുടെ ഒരു പവർ അവിടുന്ന് അള്ളാഹിനെ നമ്മൾ കണ്ടെത്തുന്നത്. AI വന്നപ്പോൾ അള്ളാഹിനെ അവിടെ കണ്ട, അതല്ലേ നമ്മളെ ഐൻസ്റ്റീന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ അത്ഭുതം കണ്ടിട്ടും ദൈവമില്ല എന്ന് പറയുന്നവരുണ്ട്. എനിക്ക് ദേഷ്യതല്ല വരുന്നത്, ഇന്ന അതിന് സപ്പോർട്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ഈ ഹാർമണി കണ്ടിട്ട് ദൈവമില്ലാതെ ഓല അവിടെ പറഞ്ഞോട്ടെ. പക്ഷെ ഈ സാധുവാ എന്നീ പടയിൽ എന്തിനെ കൊടുത്ത് അവളെ പച്ച മലയാളത്തിൽ പറഞ്ഞാല് എന്നെ അതിന് കോട്ട് ചെയ്തിട്ട് ഇതാണ് ഇപ്പൊ എനിക്ക് ആകെ. ഇതാ രവീന്ദ്ര പറഞ്ഞ there is no miracle എന്നല്ല പറഞ്ഞിട്ടുള്ളത്. There is no miracle എന്നല്ല. ഈ അത്ഭുതങ്ങൾ കാണുമ്പോ അതിൽ ദൈവമല്ലാതെ നിങ്ങൾ പറഞ്ഞു വിചാരിച്ചു എന്നെ കോട്ട് ചെയ്യരുത്. ആ ഒരു ശൈലിയാണ് അവിടെ കാണാനുള്ളത്. അള്ളാഹു നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. ഇസ്ലാം മിറാക്കിൾസ്, മാജിക് ആൻഡ് ടെക്നോളജി എന്നീ മിറാക്കിൾസിനെ കുറിച്ച് സംസാരിച്ചു. മിറാക്കിൾസ് മിത്താണോ ഇല്ലേ ഉണ്ടോ, എന്താണ് മിറാക്കിൾസിൻ്റെ അണ്ടറിൽ വരുന്ന മോചിസത്തിനെ കുറിച്ച് സംസാരിച്ചു. മോചിസത്ത് നിഷേധിക്കുന്നവരുടെ ചേതോവികാരത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൽ തന്നെ മിറാക്കിൾസ് വരുന്ന മാജിക്ക്, ബ്ലാക്ക് മാജിക്ക്, പെർഫോമൻസ് മാജിക്ക്, കിതാബുകൾ വരുന്ന ഷൈബതയെക്കുറിച്ച് സംസാരിച്ചു. അത് സിഹിർ തന്നെ ഹർക്കുലിലാദത്താണ് എന്ന് പറഞ്ഞവരും ഹർക്കുലിലാദത്തല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഖിലാഫ് ലഫ്ലിയാണ് എന്ന് ഉസ്താദ് സൂചിപ്പിച്ചു. അതുപോലെ ശേഷം വിഷയത്തിൽ തന്നെ ഭാഗമായ ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചു. എന്ത് പുതിയൊരു സംഗതി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വത്ത പ്രതിസന്ധിയോ ഒരു പേടിയോ ഒരു ഭയമോ മുസ്ലിങ്ങൾ പ്രതിക്കൂട്ടിലാവുമെന്ന ചിന്തയൊന്നും വേണ്ട. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉസ്താദ് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉസ്താദിന് അള്ളാഹു ഇനിയും ശക്തി പകരട്ടെ, ദീർഘായുസ് നൽകട്ടെ. ഇനിയും ഇത്തരം ഖിദ്മകളിലായി ധാരാളം കാലം നമുക്ക് തണലേകാൻ ഉസ്താദിന് സാധിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.